ഗുഡ് ഈവനിങ്. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയും അല്പസമയം നമുക്ക് ഒരുമിച്ചിരിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയതിനായിട്ട് നന്ദി പറയുക. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വരികൾ, പാട്ടിൻ്റെ വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അതിങ്ങനെയാണ്: ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. പ്രേമം പ്രേമം പ്രേമം. ഈ പാട്ട് ചെറുപ്പത്തിൽ ഞാൻ കേട്ടതാണ്. അത് പ്രേമത്തിനെ കുറിച്ചാണ് ഈ പാട്ടിൽ പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ തലമുറയ്ക്ക് സ്നേഹം എന്താണെന്നോ പ്രേമം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു, അയലത്തുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. ഇതെല്ലാം ശരിയാ, പക്ഷേ ഇതിന് സ്നേഹത്തിൻ്റെ വില അവർ കൊടുക്കുന്നില്ല. സ്നേഹത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരിക്കലും പിണക്കം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം സ്നേഹം അത്ര പവിത്രമാ, പരിപാവനമാ. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ അത് സ്നേഹമാണോ ഇഷ്ടമാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, സ്കൂളിൽ പഠിക്കാനെന്ന് പോകുന്ന കുഞ്ഞുങ്ങൾ ഷോപ്പുകളിൽ വരികയും അവർ തമ്മിൽ സ്കൂളിൽ പോകേണ്ട സമയത്ത് അവിടെ ഇരുന്ന് മൊബൈൽ ഫോൺ കണ്ട് രസിക്കുകയും അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വേദന വരികയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മൊബൈൽ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളാണ്. പുറത്തെ ഒരു കാര്യങ്ങളെപ്പറ്റിയും അവർ ചിന്തിക്കുന്നില്ല, അവരറിയുന്നില്ല. അതാണ് അതിൻ്റെ വാസ്തവം. നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അത് റീവൈൻഡ് ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും തമ്മിൽ എത്രമാത്രം സ്നേഹമായിരുന്നു. ഇന്നും ഞാൻ ഓർക്കുകയാണ്, എത്രമാത്രം സ്നേഹമായിരുന്നു. അയൽപക്കത്തെ വീടുകളിലെ കുട്ടികൾ തമ്മിൽ എത്രമാത്രം സ്നേഹമായിരുന്നു. നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അയൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുകയും അതുപോലെ തന്നെ അവർ തമ്മിൽ കളികളിൽ ഏർപ്പെടുകയും ആ സ്നേഹിക്കുന്ന രീതികളിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി ഇന്നത്തെ തലമുറ ഒരു പുതിയ ജീവിതചര്യയിലേക്ക് മാറിയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാ, നമ്മളെ വ്യസനിപ്പിക്കുന്നതാ, നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകുന്നതാണ്. ചാനലുകളിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ ദിവസവും കണ്ടുവരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മളും കൂടെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് ഇനിയും നമ്മൾ ഉണരണം, ഇനിയും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുമോ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ തലമുറയെ നമ്മൾക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉദാഹരണം പറയട്ടെ. എൻ്റെ കുട്ടിക്കാലമൊക്കെ ഞാൻ ഓർമ്മ വരികയാണ്. അച്ഛൻ ജോലിക്ക് രാവിലെ 9 മണിയാകുമ്പോൾ പോകും, തിരിച്ചു വരുന്നത് രാത്രി 10 മണിയാകും. ആ സമയം വരെ അമ്മ നോക്കിയിരിക്കും. ചിലപ്പോൾ ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ അമ്മ പറയും, നീ കിടന്നുറങ്ങിക്കോ. കാരണം ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങും. ഞങ്ങൾ 7 പേരാ. ബാക്കിയുള്ളവരൊക്കെ ചിലരൊക്കെ കിടന്നുറങ്ങും, ചിലപ്പോൾ ചിലർ ഉണർന്നിരിക്കും. ഞാൻ ചിലപ്പോൾ അച്ഛൻ വരുന്നവരെ അമ്മയുടെ കൂടെ തന്നെ കിടക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തണമെങ്കിൽ അച്ഛൻ ആ ടൗണിൽ നിന്ന് പാടത്തിൻ്റെ നടുവിൽ കൂടെയാണ് നടന്നു വരുന്നത്. കാരണം അന്ന് ഇത്രയും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. രാത്രി 8:30 കടയൊക്കെ അടച്ചിട്ട് അവിടെ ഒന്നും അച്ഛൻ നടന്നു വരും. കാരണം അച്ഛൻ വൈദ്യനായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അച്ഛൻ നടന്ന് ഈ
വരമ്പിലൂടെ ഇങ്ങനെ നടന്നു വരും. അത് നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് അപ്പുറം നമുക്കത് കാണാം. ആ പാടം ഇങ്ങനെ കിടക്കുക. അപ്പോൾ പാടത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ പാടത്തോട്ട് കയറുന്ന സ്ഥലത്തൊരു കടയുണ്ട്. അവിടെ വന്ന് അന്ന് ടോർച്ചൊന്നുമില്ല, ചൂട്ടുകറ്റയുണ്ട്. ആ ചൂട്ടുകറ്റയിൽ തീ കത്തിച്ച് അത് ആട്ടിക്കൊണ്ടാണ് വരുന്നത്. നോക്കണം, അത് ആട്ടിക്കൊണ്ടിങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം രാവിലെ പോയതാ, ക്ഷീണിച്ചായി വരുന്നത്. രാത്രി 9-9:30 ആയിക്കാണ് തിരിച്ച് വീടിൻ്റെ സമീപങ്ങളിൽ എത്തുമ്പോൾ. അപ്പോൾ ഈ ചൂട്ടുകറ്റ ഇങ്ങനെ വീശിക്കൊണ്ടാണ് വരുന്നത്. കാരണം സ്ഥലങ്ങളിലൊക്കെ പട്ടികളുണ്ട്, പല കാര്യങ്ങളുണ്ട്. രാത്രിയായി. അപ്പോൾ ചീവിടികളുടെ ശബ്ദങ്ങൾ, തവളകൾ ഇങ്ങനെ ആക്രോശിക്കുന്ന, അങ്ങനെ പലവിധ ശബ്ദങ്ങളാണ്. നമുക്ക് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ ഈ വയലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ വരുമ്പോൾ ദൂരെ നിൽക്കുന്ന അമ്മ പറയും, അച്ഛൻ ദാ വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? അന്ന് വൈകിട്ട് അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അത് കാത്ത് ഭക്ഷണം കഴിച്ചാലും ശരി നമ്മളിങ്ങനെ അമ്മയുടെ അടുക്കൽ തന്നെ ഇരിക്കും. അങ്ങനെ അച്ഛൻ നടന്നു വരുമ്പോൾ കുറച്ച് വരുമ്പോൾ ഈ ചൂട്ടിൻ്റെ വെട്ടം പോലും കാണത്തില്ല. അതെന്താണെന്നറിയാമോ? ചൂട്ട് കെട്ടുപോകുന്നതുകൊണ്ടല്ല, അച്ഛൻ നിന്ന് ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. ആ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് നടന്നു വരുന്ന വഴിയിൽ അദ്ദേഹം അവിടെ നിന്ന് അല്പസമയം ഒന്ന് ഉറങ്ങിപ്പോകും. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കഴിഞ്ഞ് വീണ്ടും ചൂട്ടുകറ്റ ഇങ്ങനെ ആട്ടിക്കൊണ്ടുവരും. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് ഇരുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ചൂട്ടുകറ്റയും ആട്ടി ഈ വരമ്പിലൂടെ, ആ പാടത്തിന് നടുവിലൂടെ രാത്രി 9:30 ആകുമ്പോൾ അച്ഛൻ കയറി വരുമ്പോൾ അമ്മ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ തിണ്ണയിലോട്ട് കയറുന്നതിന് മുമ്പ് അന്ന് ഓടിന് കൊണ്ടുണ്ടാക്കുന്ന കിണ്ടിയുണ്ട്. ആ കിണ്ടിയിൽ വെള്ളമുണ്ട്. ഈ വെള്ളമെടുത്ത് അച്ഛൻ്റെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. രാത്രി 10 മണിയാണെന്ന് നോക്കണം. 9:30ക്കും 10 മണിക്കും ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം അച്ഛൻ അകത്തേക്ക് കയറി വന്ന് എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തന്ന് അങ്ങനെ സ്നേഹത്തോടെ ഞാൻ പിന്നെ കിടന്നുറങ്ങും. എന്നാൽ അമ്മ എപ്പോഴും ഉറങ്ങത്തില്ല. അച്ഛൻ പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരം കൊടുത്തതിന് ശേഷമാണ് അമ്മ ഉറങ്ങുന്നു. അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞേ അമ്മയും ഉറങ്ങത്തുള്ളൂ. ഇതായിരുന്നു അന്നത്തെ ജീവിതത്തിൻ്റെ ചര്യ. അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ഒരു ഡെസ്കിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൻ്റെ ഒരു സൈഡിൽ അച്ഛനിരിക്കും, അതിനിപ്പുറത്ത് ഞാനോ മറ്റെൻ്റെ സഹോദരങ്ങളോ ഒക്കെ ഇരിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിക്കും. എന്നാൽ അമ്മ അന്നേരം ആഹാരം കഴിക്കത്തില്ല. അച്ഛൻ ഇരിക്കുന്നതിൻ്റെ എതിർവശം ഇരുന്നിട്ട് ആ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്ന ഓരോ സാധനങ്ങളും, തോരനായാലും അവിയലായാലും മീൻകറി ആയാലും മറ്റുള്ള ഏത് സാധനം തീർന്നു പോകുന്നതനുസരിച്ച് ആ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്ത് അച്ഛൻ ഉണ്ണുന്നത് കണ്ടുകൊണ്ട് ആ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് അമ്മയിരിക്കും. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ട്, അമ്മ ഊണ് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. ഞങ്ങളൊക്കെ ഊണ് കഴിക്കും. അച്ഛൻ അവിടെ ഊണും കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകി പോകുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ ആ പാത്രത്തിൽ നിന്നും, അതല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്ത് അമ്മ ആഹാരം കഴിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, അച്ഛൻ ഊണ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് പകുതി നിറഞ്ഞു. അതാണ് അമ്മ. നോക്കണം, അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം നിങ്ങൾ ഓർത്ത് നോക്കണം. അതാണ് ജീവിതത്തിൻ്റെ നമ്മളെല്ലാം കണ്ടുപഠിക്കേണ്ടത്. എന്നാൽ ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ, ചേട്ടാ അവിടെ ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ, ഞാൻ പുറത്തുനിന്ന് അല്പം കഴിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയാണ്. ഇത് കണ്ടാണ് നമ്മുടെ തലമുറയും വളരുന്നത്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അന്നുണ്ടായിരുന്ന ഒരു കെട്ടുറപ്പും അന്നുണ്ടായിരുന്ന ഒരു സ്നേഹവും ഇന്ന് കുടുംബത്തിലുണ്ടോ എന്നൊരു സംശയമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഈ രീതിയിലേക്ക് നീങ്ങിപ്പോകുന്നത്. അന്ന് 7 അതുപോലെ അതിലധികവും മക്കളുടെ കുടുംബങ്ങളിലുള്ളവർ ഒക്കെ, അവർക്കെല്ലാം ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ അമ്മ ഉറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനുള്ള സമയങ്ങളില്ല. അത് വേറൊരു സത്യം. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയുടെ ഒരു അന്തരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സ്നേഹത്തിനൊരു വിലയുമില്ലാത്ത ഒരു കാലം. കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടം തോന്നും, അത് പ്രകൃതിയുടെ നിയമമാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഇഷ്ടം തോന്നുന്നത് പ്രകൃതിയുടെ നിയമമാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള നമ്മുടെ കഴിവാണ്. അത് ജന്മസിദ്ധമായി നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. എന്നാൽ ഒരു കുട്ടിയും 2 കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഇവിടെ സ്നേഹം യാഥാർത്ഥ്യമാണോ അതോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം.
അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ സ്നേഹിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. ആ പഴയ സ്നേഹമില്ല. പണ്ടൊക്കെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ സ്നേഹിക്കുന്നവർ തമ്മിൽ സംസാരിച്ചു തന്നെ. ഇന്ന് അതിനൊന്നും സമയങ്ങളില്ല. കാരണം ഇന്ന് മൊബൈൽ ഫോണിലൂടെയുള്ള സംസാരങ്ങളാണ്. അതുപോലെ തന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ ഇന്ന് ടെൻഷൻസ് അവർ തമ്മിൽ ടെൻഷനാണ്, മൊത്തം ടെൻഷനാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനാണ്. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വഴക്കായി, പിന്നെ അങ്ങ് ടെൻഷനാണ്. പിന്നെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യുന്നിടത്തായാലും പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ കലവറയൊക്കെ പോയി, അതൊക്കെ ഉണങ്ങിപ്പോയി, വറ്റി വരണ്ടു പോയി. ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയാ എല്ലാവരെയും സ്നേഹിക്കുന്നത്. ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയാ മറ്റുള്ളവരെ നമ്മൾ കരുതുന്നത്. ഇത് നമ്മുടെ തലമുറയിൽ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ തലമുറ വഷളായി പോകുന്നത്. ഇന്നത്തെ തലമുറ ഈ രീതിയിലേക്ക് പോകുന്നതും ഇന്നത്തെ തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നതും ഇന്നത്തെ തലമുറ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതും ഈ ഉള്ളിൽ സ്നേഹത്തിൻ്റെ കണികയില്ലാത്തത് കൊണ്ടാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് അനന്ത സാധ്യതയാണ്, അതിനൊരു വിരാമമില്ല. അതുകൊണ്ടല്ലേ വയലാറൊക്കെ തൻ്റെ പാട്ടുകളിൽ പാടിയത്, ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ. ഈ ഭൂമിയിലല്ല ഉള്ളത്, ഈ ഭൂമിയിലാണ് സ്നേഹിക്കാൻ പറ്റിയത്, ഈ ഭൂമിയിൽ തന്നെയാണ് സ്നേഹമുള്ളത്, വേറെ എങ്ങുമില്ല. ഇത് നമ്മളുടെ കുടുംബത്തിലുള്ളവരും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. ഇതൊരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ സ്നേഹം അനുഭവിക്കാത്തത് കൊണ്ടാണ് വഴി തെറ്റിപ്പോകുന്നത്. ഇന്നത്തെ അണുകുടുംബത്തിൽ അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ താലോലിക്കാൻ പറ്റുന്നില്ല. പണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും കൂടാതെ അമ്മൂമ്മമാരും പഴയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അവരോട് പറയാൻ കഴിയും, അവരതിനുള്ള പരിഹാരം കണ്ടെത്തും. ഇന്ന് അതില്ല. ഇന്ന് അതിന് പകരം പട്ടികളും പൂച്ചകളും കോഴികളും ഒക്കെയാണ്. അവരോടെന്താ സംസാരിക്കുന്നത്? തലമുറകൾ മാറി, തലമുറകൾക്ക് ഇടയിൽ വിടവുകൾ വന്നു, ബന്ധു വീടുകളിൽ പോകാതായി, ബന്ധുക്കളുമായിട്ട് സംസർഗമില്ലാതായി. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തൻ്റേതായ കാര്യങ്ങൾ നടത്തണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ പാടില്ല. എന്നാൽ അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോയാൽ, സ്കൂളിൽ പോയാൽ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോയാൽ ആ നിമിഷം നമ്മുടെ വീട്ടിലറിയും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് പുറത്തു പോയാൽ, വീട്ടിൽ പറയാതെ പോയാൽ ആ നിമിഷം നമ്മുടെ വീട്ടിലറിയും. കാരണം നമ്മളെ നോക്കാനും നമ്മളെ കാണാനും ഒക്കെ ആൾക്കാരുണ്ട്. അതാണ് ബന്ധുക്കളുടെ ഗുണം, അതാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഗുണം. പക്ഷെ ഇന്നതൊന്നുമില്ല. പരസ്പരം അപ്പുറം ഇപ്പുറം ജീവിക്കുന്നവർ തമ്മിൽ, അതായത് അപ്പുറത്തുള്ള വീട്ടുകാർ തമ്മിൽ തന്നെ എത്ര പേരുണ്ടെന്ന് പോലും ആർക്ക് പറഞ്ഞുകൂടാ. ഇത് നമ്മുടെ തലമുറയുടെ നാശത്തിനാണ് കാരണം. പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവ് നമുക്കില്ലാതാകുക, പരസ്പരം അറിയാനുള്ള കഴിവ് നമുക്കില്ലാതാകുക, സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് നമുക്കറിയാൻ പറ്റാതാകുക. ഇപ്പോൾ പണത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ് സ്നേഹം. പണം നമുക്ക് ആവശ്യമാണ്, പണം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷേ സ്നേഹം അത് നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിക്ഷിപ്തമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കണം. അതാ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായാലും മറ്റെന്തായാലും അത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ കൊടുക്കരുത്. അവർ തിരിച്ചു തന്നോട്ടെ, നമ്മളത് സ്വീകരിക്കും. പക്ഷേ അത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആർക്കും കൊടുക്കരുത്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് വൈരാഗ്യമില്ല. ഇത് സത്യമാണ് പ്രിയരെ. ഇന്ന് രാത്രിയിലും ഞാനൊരു കാര്യം പറയാം. നമ്മളിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ ദിവസവും നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ടാക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങളിൽ കൂടെ വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ സ്നേഹമില്ലായ്മയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഉള്ള സ്നേഹത്തിൻ്റെ കുറവുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ പഴയ നമ്മളൊക്കെ ഇന്നും ഇതേ രീതിയിൽ ഈ സന്തോഷത്തോടെ ജീവിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയ രീതികളും നമ്മുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ ബന്ധം കൊണ്ടാണ് ഇന്ന് നമ്മളിന്നിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. അവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ ആ എന്താ പറയുന്നത്, അതിൻ്റെ ആ ബലം കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. നമ്മളെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇന്ന് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വന്ന കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ സമയമില്ല, മൊബൈൽ ഫോൺ മാത്രമേ ആശ്രയമുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുക,
ഈ സമയങ്ങൾ, ഈ ചൂട് സമയങ്ങളിലൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നേരെ ഡ്രസ്സൊക്കെ മാറി പാടത്തോട്ട് പോയി, അല്ലെ പട്ടം പറത്തി, അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ച് നമ്മുടെ മനസ്സങ്ങ് സന്തോഷിക്കുക, ഉല്ലസിക്കുക. അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നതൊന്നും ഇല്ല. ഇന്ന് നേരെ വരിക, മൊബൈൽ ഫോൺ കാണുക, സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും പഠിക്കുക, ബാക്കി അവിടെ ഇരുന്ന് വെച്ച് വീണ്ടും കഴിക്കണം, ഉറങ്ങുക. കൃത്യസമയത്തുള്ള ആഹാരം കഴിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊന്നും വേണ്ട, പുറത്തുണ്ടാക്കുന്ന ഫുഡുകളാണ്. ഈ പുറത്തുണ്ടാക്കുന്ന ഫുഡുകളിലൊക്കെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് മൊത്തം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഞാനൊന്ന് പറയാം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സ്നേഹമില്ലായ്മയും വീട്ടിലുള്ള വിഷയങ്ങളുമാണ്. അപ്പം ഇന്ന് രാത്രിയും ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു രീതികളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ വീട്ടിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. പരസ്പര സ്നേഹമില്ലായ്മ തന്നെയാണ് അതിനുള്ള കാരണം. നമ്മുടെ പഴയ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ അച്ഛനും അമ്മയും വഴക്കിട്ട സംഭവം കേട്ടിട്ട് പോലും ഇല്ല. അവർ തമ്മിൽ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഉറച്ച് സംസാരിക്കുന്നത് പോലും ഞങ്ങളാരും കേട്ടിട്ടില്ല. അങ്ങനെ സംസാരിക്കത്തുമില്ല. കാരണം അത്ര ബഹുമാനമായിരുന്നു അച്ഛനെ. ആ അമ്മ അത്രയും ബഹുമാനം അച്ഛന് കൊടുക്കുമ്പോൾ നമ്മൾക്കും അച്ഛനെ ഭയത്തോടുകൂടിയുള്ള സ്നേഹമാണ്. ഭയമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മുമ്പിൽ പോകാൻ ഭയമുണ്ടെന്നുള്ളതല്ല, ഭയത്തോടുകൂടിയുള്ള ഒരു സ്നേഹം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അച്ഛൻ്റെ ഒരു നോട്ടം മതി. ഇന്നോ നമ്മൾ അടിച്ചാലും കൊച്ചിന് വിഷയമില്ല, നമ്മൾ അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാലും വിഷയമില്ല. കാരണം അവൻ അതിനൊക്കെ ജയിച്ചു നിൽക്കുക. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ കുടുംബം തന്നെയാണ്, നമ്മുടെ സമൂഹമാണ്. അപ്പോൾ ഈ സമൂഹം മാറിയെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളൊക്കെ നേർ രീതിയിലാകത്തുള്ളൂ. ഇന്ന് സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ബീച്ചുകളിൽ പോയിരിക്കുക. ആ ബീച്ചുകളിലൊക്കെ പോയിട്ട് അവർ തിരിച്ച സമയമാകുമ്പം വീടുകളിൽ ചെല്ലുന്നത്. ഇതൊന്നും നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. എല്ലാവർക്കും തിരക്കാം. എൻ്റെ വീട്ടിലെ കുഞ്ഞു പോയാൽ അവർ പറയുന്നത് അത് എൻ്റെ കുഞ്ഞല്ലല്ലോ, മറ്റുള്ള കുഞ്ഞല്ലേ. അതല്ല. നമ്മുടെ അയൽക്കാരൊരു കുട്ടിയെ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടാൽ, അത് നമുക്ക് ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത് കണ്ടാൽ നമ്മളത് അറിയിക്കണം, ഇൻഫോം ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ പറയാനുള്ള ഒരു സന്മനസ്സ് നമുക്കുണ്ടാകണം. ഇന്ന് ഈ ചാനലിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ സ്നേഹിച്ച് നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ചതുകൊണ്ടാണ്. അച്ഛൻ്റെ മുമ്പിൽ ആക്രോശിക്കാതെ അച്ഛനെ സ്നേഹിച്ചുകൊണ്ട്, അച്ഛൻ ആഹാരം കഴിക്കുമ്പോൾ അമ്മ ഇരുന്ന് അച്ഛനെ ഊട്ടി അച്ഛന് സന്തോഷം പകർന്നു കൊടുത്ത്, അദ്ദേഹം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ കാത്തിരുന്ന് രാത്രിയിൽ വരുമ്പോൾ അച്ഛന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അമ്മയുണ്ടല്ലോ, അമ്മയുടെ ഹൃദയമുണ്ടല്ലോ, അതാണ് നമ്മളെ ഇന്നും ആരോഗ്യത്തോടുകൂടി നിർത്തുന്നത്. അതുകൊണ്ട് അച്ഛനമ്മമാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, അച്ഛനമ്മമാരെ വിഷമിപ്പിക്കരുത് ഒരു കാരണവശാലും. അവരോട് ആക്രോശിച്ച് സംസാരിക്കരുത്. അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശപിക്കരുത്, അവരെ നമ്മൾ സ്നേഹിക്കണം. അവർ തെറ്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് കണ്ടാൽ ആ തെറ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നുള്ളൊരു വാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വരരുത്, വായിൽ നിന്ന് വരരുത്. നെഗറ്റീവ് നമ്മൾ അവരോട് സംസാരിക്കരുത്. ഒരു കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു കാരണവശാലും നെഗറ്റീവ് നമ്മൾ സംസാരിക്കരുത്. ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിന്നെ കൊണ്ടത് കഴിയും, അതിന് വേണ്ടതെല്ലാം ചെയ്തു തരാം എന്ന് പറയണം. കാരണം ആ കുഞ്ഞിന് മനസ്സിലാകണം, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെയുണ്ട്. ഞാനൊരു തെറ്റ് ചെയ്താലും അവർ പറയുമ്പോൾ അവർ പറയുന്നതാ ശരിയെന്ന് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് കഴിയണം. ഇന്ന് രാത്രിയിലും നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറ ഒരിക്കലും നശിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകും നമ്മുടെ തലമുറയെ പറ്റി, എന്നാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ഒരിക്കലും നശിച്ചു പോകത്തില്ല. കാരണം ഞാനും നിങ്ങളും ഇന്ന് നശിക്കാതിരിക്കുന്നതിന് കാരണം നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത സ്നേഹത്തിൻ്റെ പ്രകടനം കൊണ്ടാണ്. ആ സ്നേഹമാണ് നമ്മളെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. അവർ നല്ലവണ്ണം പഠിക്കട്ടെ, അവർ ഉന്നത നിലയിൽ എത്തിച്ചേരട്ടെ.
ഞാനും നിങ്ങളും വിചാരിക്കുന്ന ലെവലിലേക്ക് മാത്രമല്ല, അതിനൊക്കെ ഉപരി ഈ ലോകം അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളായി നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങൾ മാറട്ടെ. ഈ ലോകം അറിയപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന, ലോകം അറിയുന്ന രീതിയിലേക്ക് ഉയരണം. ഈ ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ വാഴ്ത്തണം. അതേ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണം. ദിവസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരല്പസമയം പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ജീവന, പുനരുജ്ജീവന. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുഖമായി നടക്കും. അവർ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അവരെ അനുഗ്രഹിച്ച് തന്നെ വിടണം. അവർ കലാപരമായ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ അവരെ അനുഗ്രഹിച്ച് തന്നെ വിടണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളാണെന്നോ, നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത പൊട്ടൻഷ്യൽ അവരുടെ ഉള്ളിലിരിക്കുന്നത്. നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത ശക്തി ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ളത്. ബുദ്ധിശക്തിയിൽ അപാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇന്ന് മൊബൈൽ ഫോൺ ആ കുഞ്ഞുങ്ങളുടെ കൈ കൊടുത്താൽ അതിൻ്റെ എല്ലാ സംഗതികളും നമുക്ക് പോലും ഇന്ന് അപ്രാപ്യമായ മേഖലകൾ തന്നെ അവർ കണ്ടെത്തും. കാരണം അത്രമാത്രം ടെക്നോളജിയാണ് അവരുടെ ഉള്ളിൽ ഉള്ളത്. അതിനുമാത്രം തലച്ചോറ് അവരുടെ ഉള്ളിൽ ഉള്ളത്. അപ്പം അതുകൊണ്ട് അവരെ മണ്ടന്മാരായിട്ടെന്ന് പറയരുത്. അല്പം ചിലപ്പോൾ പഠിക്കാൻ അല്പം താഴോട്ട് പോകുമ്പോഴും എൻ്റെ കുഞ്ഞ് മണ്ടനാണെന്ന് നമ്മൾ പറയരുത്. അവൻ ഉന്നതൻ തന്നെയാ, അവൻ ബുദ്ധിമാൻ തന്നെയാ. ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് കരുതി അവനെ അങ്ങനെ അടിക്കരുത്. ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് കരുതി അവനെ വഴക്ക് അങ്ങനെ പറയരുത്. അടുത്ത പരീക്ഷ നമുക്ക് ജയിക്കാം. കാരണം അതാണ് കുഞ്ഞുങ്ങൾക്കുള്ള പ്രചോദനം. ഇന്ന് ചില കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ അവരെ അഭിമുഖീകരിക്കാൻ പറ്റാതെ വരുന്നത്. അങ്ങനെ ആകരുത്. ഒരിക്കലും അവരെ അനാവശ്യമായിട്ട് അടിക്കരുത്. ഒരിക്കലും അവരെ അനാവശ്യമായി ശിക്ഷിക്കരുത്. ബാലശിക്ഷ കൊടുത്ത് വളർത്തണം. ബാലശിക്ഷ എന്ന് പറയുന്ന ഒരു കാരണം. കാരണം അവർ തെറ്റ് ചെയ്താൽ ആ തെറ്റവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ വളർത്തുന്ന വരുന്ന ഒരു തലമുറയാകട്ടെ ഇനി ഉണ്ടാകുന്നത്. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളാ ആ കുഞ്ഞുങ്ങളുടെ വഴികാട്ടികൾ. നിങ്ങളാ അവരുടെ സ്നേഹം. നിങ്ങളുടെ സ്നേഹം കണ്ട അവർ വളരണ്ട. അവർ ഉന്നത നിലയിൽ തന്നെ എത്തിച്ചേരും. വിദ്യാഭ്യാസത്തിലും സാമ്പത്തികമായാലും എല്ലാം ലോക രാജ്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. അപ്പുറത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുമെന്ന് കരുതി എൻ്റെ കുഞ്ഞ് മണ്ടനാണെന്ന് പറയരുത്. എൻ്റെ കുഞ്ഞ് ബുദ്ധിമാൻ തന്നെയാണ്. അവർക്കില്ലാത്ത കഴിവുകളുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല കഴിവുകൾ. ആ കഴിവുകളെ നമ്മൾ അറിഞ്ഞ് വികസിപ്പിക്കണം. അറിയണം നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ. അതിനുവേണ്ടി അവരോട് കൂടെ ഇരിക്കണം, അവരെ സ്നേഹിക്കണം, അവരോട് സംസാരിക്കണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. നമ്മുടെ തലമുറ ആത്മഹത്യയിലേക്ക് പോകത്തില്ല. നമ്മുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഉന്നത നിലയിൽ എത്തിച്ചേരും എന്നൊന്ന് വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ സുഖമായി ഉറങ്ങിക്കാട്ടെ. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകൂ. അത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, നാളെ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് ഗുഡ് ബൈ നേരുക. ഗുഡ് നൈറ്റ്. ഹാവ് എ സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു.